കാഴ്ച പരിമിതിയുള്ള അധ്യാപികയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കണ്ണട നിർമ്മിച്ചു നൽകിയ വിദ്യാർത്ഥികളുണ്ട് കൊല്ലത്ത്. പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാഗ്യലക്ഷ്മിയും സൽമ സിദ്ദിഖുമാണ് കണ്ണട നിർമ്മിച്ചു നൽകിയത്. സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര അധ്യാപികയായ ലിഫ്ന ജോസിന് വേണ്ടിയാണ് കുട്ടികൾ കണ്ണട നിർമ്മിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് കണ്ണടയുടെ പ്രവർത്തനം. കാഴ്ചാ പരിമിതിയുള്ളവർക്ക് അവരുടെ മുന്നിലുള്ളവരെ തിരിച്ചറിയുവാനുള്ള സൗകര്യമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിരിക്കുന്ന ആളുകളെയോ വസ്തുക്കളെയോ കണ്ണടയുടെ മുന്നിലെത്തിച്ചാൽ ശബ്ദ സൗകര്യത്തോടെ ആരാണെന്ന് അറിയിക്കുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് ഇൻസൈറ്റ് എന്നാണ്. ദാറ്റ് മീൻസ് ഉൾക്കാഴ്ച. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പീപ്പിൾസിന് അവരുടെ സറൗണ്ടിങ്സിലുള്ള പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ സോഷ്യൽ ഇന്ററാക്ഷന് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബുദ്ധിമുട്ടിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോജക്ട് മുമ്പിലേക്ക് വരുന്നത്. സോ ഇൻസൈറ്റ് എന്നത് ഒരു സ്മാർട്ട് ഗ്ലാസ് സിസ്റ്റം ആണ്. ഇത് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് പീപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം ആ റെക്കഗ്നൈസ് ചെയ്ത പേഴ്സണിന്റെ നെയിം നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വിഷ്വലി ഇമ്പയർഡ് ഉള്ള പേഴ്സണിന് അവരുടെ ചുറ്റുപാടുകളെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാവും. ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേറ്റർ ഉണ്ട്. മിസ്സിന്റെ പേര് ലിഫ്ന എന്നാണ്. മിസ് ബ്ലൈൻഡ് ആണ്. സോ മിസ്സിന്റെ കാര്യങ്ങളെല്ലാം മിസ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ് എടുക്കാനായാലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാനായാലും എല്ലാം. പക്ഷെ അവിടെ ഞങ്ങൾ കണ്ടൊരു കുറവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിസ്സിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനും അവരിയ്ക്കുന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്യാനുമാണ്. സോ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു പ്രോജക്റ്റ് ആണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ്. സോ ഇതിന്റെ സിസ്റ്റം ആർക്കിടെക്ചർ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആൻഡ് ഹാർഡ്വെയർ കമ്പോണൻസ്. ഹാർഡ്വെയർ കമ്പോണൻസിൽ വരുന്ന ഒന്നാമത്തെ ഐറ്റമാണ് ക്യാമറ. ഈ ക്യാമറ നമ്മൾ ഈ ഗ്ലാസിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബെറ്റർ ഓഡിയോ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ലാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ കണ്ണുകളിൽ കൂടുതൽ കാണുന്ന കാഴ്ചകൾ ഈ ഒരു ലാപ്പിലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പൈത്തന്റെ ലൈബ്രറി ആയിട്ടുള്ള OpenCV ആണ്. ഇത് ക്യാമറയിൽ നിന്നുള്ള റിയൽ ടൈം വീഡിയോ ഫീഡിനെ ക്യാപ്ചർ ചെയ്യും. ഇനി ഫേസ് റെക്കഗ്നിഷൻ ലൈബ്രറി ആണ്. ഇത് നോൺ ഫേസസുമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇനി ഒരു ടെക്നോളജി ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഫേസ് റെക്കഗ്നിഷൻ. ഇത് ക്യാമറയിൽ നിന്നുള്ള റിയൽ ടൈം വീഡിയോ ഫീഡിനെ ഡിറ്റക്ട് ചെയ്യും. ഇനി നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി പൈത്തന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള PyTT-SX3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആ റെക്കഗ്നൈസ് ചെയ്ത പേഴ്സണിന്റെ നെയിം അനൗൺസ് ചെയ്യും. ആൻഡ് ഇഫ് ആ പേഴ്സൺ അൺനോൺ ആണെങ്കിൽ അൺനോൺ പേഴ്സൺ എന്ന് നോട്ടിഫൈ ചെയ്യും. സ്റ്റെപ്പ് 1 നമ്മൾ ഇത് ലാപ്പിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 2 ഇത് ഡിഫറെന്റ് പേഴ്സൺസിന് നേരെ പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ ഫോട്ടോ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ കാണുമ്പോൾ ഭാഗ്യലക്ഷ്മി ഈസ് അപ്രോച്ചിങ് എന്നൊരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് തരും. ഇനി അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വന്ന് നിൽക്കുന്നെങ്കിൽ അൺനോൺ പേഴ്സൺ അപ്രോച്ചിങ് എന്നൊരു ഓഡിയോ ഔട്ട്പുട്ട് കൂടി ഇത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ്ലി നമ്മുടെ OpenCV ക്യാമറയിൽ നിന്നുള്ള റിയൽ ടൈം വീഡിയോ ഫീഡിനെ ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം ഈ ക്യാപ്ചർ ചെയ്ത വീഡിയോനെ പ്രീ പ്രോസസ്സിംഗ് അയക്കും. ഈ പ്രീ പ്രോസസ്സിംഗ് മെത്തേഡ് രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കളർ കൺവേർഷൻ ആൻഡ് ലൈറ്റ് കൺവേർഷൻ. അതിനുശേഷം ഡേറ്റാബേസിലുള്ള നോൺ ഫേസസുമായിട്ട് ഈ ഒരു ഫേസിനെ ഡിറ്റക്ട് ചെയ്യും. ഇനി നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ലൈബ്രറി ഡേറ്റാബേസിലുള്ള നോൺ ഫേസസുമായിട്ട് ഈ കമ്പയർ ചെയ്ത ഫേസിനെ കമ്പയർ ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള ഔട്ട്പുട്ട് തരും. ഈ ഒരു ഔട്ട്പുട്ടിനെ സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പൈത്തന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള PyTT-SX3 ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പേഴ്സൺ നെയിം അനൗൺസ് ചെയ്യും. ആൻഡ് ഇഫ് ആ പേഴ്സൺ അൺനോൺ ആണെങ്കിൽ അൺനോൺ പേഴ്സൺ എന്ന് നോട്ടിഫൈ ചെയ്യും. ഇനി നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഇതിനെ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആക്കുക എന്നുള്ളതാണ്. ഒരു റാസ്ബെറി പൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിനെ ലൈറ്റ് വെയിറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ളതാണ് വോയിസ് കമാൻഡ് ഇന്റഗ്രേഷൻ. നമുക്ക് ഫ്യൂച്ചറിലെ വോയിസ് വഴി യൂസേഴ്സിനെ ഈ ഒരു സിസ്റ്റം അലോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ ജനിച്ചു വീഴുന്നത് ഇരുട്ടിന്റെ ലോകത്താണ്. സോ അവരുടെ ആ ഒരു ലോകത്തൊരു പുതിയ വെളിച്ചം നൽകാൻ വേണ്ടിയിട്ടാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ചെറിയ പ്രോജക്റ്റിനെ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയതിലൂടെ ഞങ്ങൾ അതിനെ വലുതാക്കി മാറ്റിയത്. ഇൻസൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഉപകരണം കണ്ടെത്താൻ അധ്യാപകരുടെ പിന്തുണയുമുണ്ട്.
ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാഴ്ച പരിമിതർക്ക് മൃഗങ്ങളെ തിരിച്ചറിയുവാനാകും വിധം ഭാവിയിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. ഫേസ് റെക്കഗ്നിഷൻ ലൈബ്രറി, ഓഡിയോ ഫീഡ്ബാക്ക് എന്നിവയാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.